അപ്പോൾ നമ്മളെ സെക്കൻഡ് ഡേ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ഡേ 2 ട്രിപ്പ്. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗോൽക്കൊണ്ട ഫോർട്ട്. നിങ്ങൾ കാണുന്ന ഇതാണ് ഫോർട്ട്. അടിപൊളിയായിരിക്കുന്നു. പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല +2 സമയത്ത് വന്നേരം ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. അപ്പോൾ പക്ഷെ അന്നേരം കൃത്യമായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മയില്ല. അപ്പൊ എല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്നും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് വെച്ച് വന്നത്. മാളൊന്നും കണ്ടിട്ടേ ഇല്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം. അടിപൊളിയാന്നാണ്. അപ്പൊ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 25 രൂപയേ വരുന്നുള്ളൂ. ഇവിടെ തന്നെ ക്ലോക്ക് റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പാർക്ക് നിന്നും വെക്കണ്ടിക്ക് ലൈനിലെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ എടുത്തു വന്നാലും വെക്കാൻ കഴിയും. 25 രൂപ. അപ്പൊ നമ്മൾ എൻട്രിയിലേക്ക് പോകുന്നതാണ്. നല്ല ചൂടുണ്ട്. കൊടയെടുക്കേണ്ട ആൾ കൊടയെടുക്കുക, ദുപ്പട്ട എല്ലാം എടുത്തിട്ട് വന്നാൽ മതി ഇങ്ങോട്ടേക്ക്. പക്ഷെ ഇത് 9 മണിക്ക് ഓപ്പൺ ആവുകയും ചെയ്യും കേട്ടോ. ഇപ്പൊ ഇവിടെ കോട്ടക്കകത്തെത്തി കഴിഞ്ഞാല് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു ഗൈഡിനെ ചൂസ് ചെയ്യാന്നാണ്. നമ്മൾ ഗൈഡിനെ ചൂസ് ചെയ്തിരുന്നില്ല. പക്ഷെ അത് തിരിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു ഗൈഡിനെ ചൂസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഇവിടെയുള്ള കുറെ കാര്യങ്ങൾ നമുക്കറിയില്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ പല ലാംഗ്വേജിലുള്ള ഗൈഡുകൾ ഇവിടെ ഉണ്ട്. അതിലൊരാളെ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മളിങ്ങനെയുള്ള സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്നു പോയി. പക്ഷെ നടന്നു പോകുമ്പോൾ അവിടെ പല കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ കാണിച്ചുതരാം വീഡിയോയില്. ഈ കോട്ടയുടെ ഭൂരിഭാഗവും ചെയ്തിട്ടുള്ളത് കരിങ്കല്ലുകൾ കൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടാവില്ല. പല ആർച്ചുകളൊക്കെ കരിങ്കല്ല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താ പറയുക, ഒരു കോൺക്രീറ്റ് വരെ ഇല്ലാതെ ഇതെങ്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആർച്ച് രൂപത്തിൽ അവർ കല്ലുകൾ അടുക്കി വെച്ചിട്ടും. അതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല ഇഷ്ടം പോലെ ഫോട്ടോ പോയിന്റുകളുണ്ട്. പിന്നെ ഈ കല്ലുകളൊക്കെ എന്താ പറയുക, ഈ കോട്ടേന്റെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഹോളുകൾ പോലത്തെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ട്. എന്തിനു ഉപയോഗിച്ചതെന്ന് അറിയില്ല. അതിന്റെ അടിയിലൊക്കെ നമുക്ക് അത്യാവശ്യം തണലൊക്കെ കിട്ടി അതിന്റെ അടിയിൽ കൂടെ ഒക്കെ നടന്നു പോകാൻ കഴിയും. ബാക്കി എല്ലാ സ്ഥലത്തും നല്ല വെയിലാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ അകത്ത് ഞാനൊന്ന് കയറി നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇവിടെയുള്ള എന്താ പറയുക, ഓരോ പില്ലർ തന്നെ നമുക്ക് പറയാം. ആ പില്ലർ വരെ കരിങ്കല്ലാണ്. പിന്നെ വല്ല ചുണ്ണാമ്പോ അങ്ങനെ എന്തായിരിക്കും മിക്സ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു റൂഫൊക്കെ കാണുമ്പോൾ. പക്ഷെ അതവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ആലോചിക്കുക, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ളതാണിത്. ഇപ്പം പക്ഷെ അതുപോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് ആ ഒരു വർക്കിന്റെ ഇത് ആലോചിച്ച് നോക്കൂ. ഈ കോട്ട ഏകദേശം എന്താ പറയുക, ഇതിന്റെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം. കോട്ടയെ കുറിച്ചിട്ടുള്ളത് വളരെ പഴക്കമുള്ളതാണ്. അപ്പൊ ഈ കോട്ടയുടെ കുറച്ച് ചരിത്രം ഞാൻ പറഞ്ഞുതരാം. നെറ്റിലൊക്കെ നോക്കിയിട്ട് കിട്ടിയാണ്. ഈ ഗോൽക്കൊണ്ട കോട്ടയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ്. ആ സമയത്തുള്ള കാകതീയ രാജവംശത്തിന്റെ കാലത്താണ് ഇത് എന്താ പറയുക, ഈ കോട്ടയുടെ ഉടമസ്ഥർ അവരായിരുന്നു ആ സമയത്ത്. പിന്നെ ആ സമയത്ത് ഇത് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയൊരു കോട്ടയായിരുന്നു. പിന്നീട് 16-ാം നൂറ്റാണ്ടിലാണ് കുത്തബ് ഷാഹി ഭരണാധികൾ ഇത് വലിയ കരിങ്കൽ കോട്ടയെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ അവരാണ് പിന്നീട് ഇത് ഭരിച്ചത്. അപ്പോൾ എന്താ പറയുക, ഇപ്പൊ പറയുമ്പോൾ തന്നെ ഇതിന് ഏകദേശം 800 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് നെറ്റിലൊക്കെ കാണുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മുകളിലേക്ക് നടന്നു കയറാൻ തുടങ്ങി. അത്യാവശ്യം കുറച്ച് കയറാനുണ്ട് നടന്നിട്ട്. അതുപോലെ ഇവിടെ പല എന്താ പറയുക, കുളന്നൊന്നും പറയാൻ പറ്റില്ല, ജലസംഭരണി എന്നങ്ങനെ പറയേണ്ടി വരും. അതുപോലത്തെ ചില ഏരിയകൾ കാണുന്നുണ്ട്. എന്താ കുളം എന്ന് പറയാത്തത്, കുന്നിന്റെ മേലെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സൗകര്യം കുളത്തിനുണ്ടാവില്ലല്ലോ. പക്ഷെ എന്നാലും വെള്ളം കെട്ടി നിർത്തിയിട്ട് എന്താ പറയുക, പാറ ആയതുകൊണ്ടായിരിക്കും വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ടാവുക. അങ്ങനെയുള്ളൊരു എന്താ പറയുക 2-3 കണ്ടു. ഒന്ന് കംപ്ലീറ്റ് വറ്റിയിരുന്നു, ഒന്നിലാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. ഇപ്പൊ കാണുമ്പോൾ നിറയെ പൂപ്പലൊക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷെ അറിയില്ല, മേ ബി ഇപ്പൊ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മുന്നത്തെ കാലഘട്ടത്തിൽ അവരത് ക്ലീൻ ചെയ്തിട്ട് എന്താ പറയുക വെള്ളത്തിന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവാം. കാരണം ഈ ഒരു മലേന്റെ മേലെ വെള്ളം എത്തിക്കുക എന്നുള്ളത് പണ്ട് എന്തൊക്കെ ടെക്നോളജി ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ കയറി ക്ഷീണിച്ചപ്പോൾ എല്ലാവരും കുറച്ച് സമയം ഇരുന്നു. കാരണം അത്യാവശ്യം സ്റ്റെപ്സുകൾ കയറാനുണ്ട്. പക്ഷെ ഇതിന്റെ മേലെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള സിറ്റി നല്ല അടിപൊളിയായിട്ട് കാണാം. എല്ലാ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് സിറ്റി കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ പലരും ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അവരൊക്കെ രാവിലെ എത്തിയതായിരിക്കും. പിന്നെ നമ്മൾ നടന്ന് അടുത്തൊരു എന്താ പറയാ, ഇവിടെ എഴുതി വെച്ചിട്ടത് പ്രിസൺ എന്നാണ്. പക്ഷെ അത് ഏതോ ഒരു രാജഭരണത്തിന്റെ കാലത്താണ് പ്രിസൺ ആയിട്ട് ഉപയോഗിച്ചത്. അതിനു മുന്നേ വേറെന്തോ ആവശ്യത്തിന് ഉപയോഗിച്ചത് ഇതായിരുന്നു. അതിന്റെ അകത്ത് നമുക്ക് കയറാൻ കഴിയുന്നുണ്ട്. അകത്ത് കയറിയപ്പോൾ വലിയൊരു ഹോള് പോലെയാണ് തോന്നിയത്. അപ്പൊ ഇതൊരു പ്രിസണായിട്ട് എന്താ പറയുക ഉണ്ടാക്കിയതല്ല. പക്ഷെ ഏതോ രാജഭരണകാലത്ത് അവരിത് പ്രിസണായിട്ട് ഉപയോഗിച്ചു. അതിന്റെ ഡീറ്റെയിൽ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ദൈവത്തിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ എന്തൊക്കെയോ കൊത്തുപണികളൊക്കെ പോലെ കണ്ടു. പാറയുടെ മേല അവിടെ അവര് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ മുകളിൽ നമുക്ക് കയറാനൊക്കെ കഴിയും. ഞാനിപ്പോ അതിന്റെ മേലെ വെച്ചാണ് ഈ ഫുട്ടേജ് എടുക്കുന്നത്. അവിടെയുള്ള സെക്യൂരിറ്റിനെ അവിടെ വന്നെന്തോ കത്തിച്ചു വെക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് ഉണ്ട്. പിന്നെ കുറച്ച് കൊത്തുപണികളുണ്ട്. പിന്നെ അവിടെ ചില എന്താ പറയാ, പല സ്ഥലത്തും വവ്വാലുകളൊക്കെ കണ്ടു. അപ്പൊ നമ്മൾ അധിക സമയം അവിടെ നിൽക്കാണ്ട് മെല്ലെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. നമ്മുടെ നാട്ടിലെ നിപ്പേന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങളുള്ളതൊക്കെ ഓർമ്മ വന്നുകൊണ്ട്
നമ്മൾ പിന്നെ അധികം അവിടെ നിന്നില്ല. മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ കണ്ട പല കാര്യങ്ങളും എനിക്ക് മുന്നേ കണ്ടതായിട്ട് ഓർമ്മ വരില്ല. ചില ഏരിയ ഒക്കെ കാണുമ്പോൾ ഓക്കെ ഇത് മുന്നേ വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ പുതുതായിട്ട് കാണുന്ന പോലെ ഉണ്ട്. മേ ബി ആ സമയത്ത് ഈ ഏരിയയിൽ വരാത്തതാണോ വേറെ ഏതെങ്കിലും വഴിയാണോ മുകളിലോട്ട് കയറിയെന്ന് അറിയില്ല. കാരണം പല വഴികളുണ്ട് ഇതിന് മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടും അടിപൊളിയായിട്ട് സിറ്റി നമ്മൾ വീണ്ടും കണ്ടു. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റിന്റെ നടുവിലാണ് ഇത്രയും വലിയൊരു മലയുള്ളത്, അതിന്റെ മുകളിൽ ഒരു കോട്ടയും. പിന്നെ നമ്മൾ കയറി കയറി മുകളിലേക്ക് എത്തി. മുകളിലെത്തുമ്പോൾ അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ കയറുന്നുണ്ട്. ഏത് ഇതിന്റെ അമ്പലം ഏത് ദൈവത്തിന്റെയാന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെയുള്ള വല്ല ഇതുമായിരിക്കും, ഹൈദരാബാദ് സ്റ്റൈലിലുള്ള ഇവിടെയുള്ള വല്ല ദൈവങ്ങളും ആയിരിക്കും. കാരണം അവിടെയുള്ള ഫോട്ടോസ് ഒന്നും കണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കയറി കയറി ഇതിന്റെ ഏറ്റവും ടോപ്പിലുള്ള ദർബാർ ഹാളിൽ നമ്മളെത്തി. ഞാൻ ആദ്യം വിചാരിച്ചത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ രാജാക്കന്മാർ ഉപയോഗിച്ച സ്ഥലങ്ങളും അവിടെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു പാലസ് പോലത്തെ ചെറിയ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇതിന്റെ മുകളിൽ ഒരു ദർബാർ ഹാള് മാത്രമല്ല. പിന്നെ നമ്മൾ ആ നേരത്തെ കണ്ട അമ്പലം. പക്ഷെ കയറി വരുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻസ് ഉണ്ട്. അതെന്തിനു വേണ്ടി ഉപയോഗിച്ചാന്നൊന്നും അറിയില്ല. പക്ഷെ രാജാവും അവരൊക്കെ മീൻസ് ചക്രവർത്തി അവരൊക്കെ ഉണ്ടായിരുന്നത് താഴെയാണ് ശരിക്കും. അത് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു ഏരിയ നമ്മൾ കാണുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഗൈഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെ ഇതിന്റെ ഏറ്റവും ടോപ്പ് നമുക്ക് ഈ കോട്ട കംപ്ലീറ്റ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. താഴെ നമ്മൾ നടന്നു വന്ന വഴിയും ഈ കോട്ടയുടെ എല്ലാ ഏരിയയും കാണാൻ കഴിയുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലായി നമ്മൾ പോവാത്ത കുറെ ഏരിയാസ് താഴെ ഉണ്ട് എന്നുള്ളത്. ഇനി നമ്മൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് താഴെ ഇറങ്ങിയിട്ട്. അപ്പൊ നമ്മൾ മുകളിലോട്ട് കയറിയതും താഴോട്ട് ഇറങ്ങുന്നതും രണ്ട് വഴിയിലൂടെയാണ്. അപ്പൊ നമുക്ക് വേറെ വേറെ ഏരിയാസ് കവർ ചെയ്യാൻ കഴിയില്ല. ഇതുപോലെ തന്നെ രണ്ട് വഴി കൂടെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്. പലരും കയറി വരുന്നത് ഒരു റൂട്ടാണ്, ഇറങ്ങുന്നത് വേറെ റൂട്ടാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങി താഴെ എത്തി. ഈ താഴെ നിന്ന് കാണുന്ന ആ ടോപ്പ് പോയിന്റിലാണ് നമ്മൾ നേരത്തെ പോയിട്ട് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ മുകളിലുള്ളതിനെക്കാട്ടും കൂടുതൽ നമുക്ക് കാണാനുള്ളത് താഴെയാണ്. പല എന്താ പറയാ അറകളും പല വഴികളും വവ്വാലുകളൊക്കെ നിറഞ്ഞ കുറെ ഏരിയകളൊക്കെ ഉണ്ട് ഇവിടെ. പല സ്ഥലത്തും ഇതുപോലെ സൈൻ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ താഴെ എത്തിയപ്പോൾ ഇവിടെ ഒരു മോസ്ക് ഒക്കെ കണ്ടു. അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ. ധാരാളം ഫോട്ടോ പോയിന്റുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മോസ്ക് നിങ്ങൾ ഇനിയിപ്പോ കാണുന്നതാണ്. മോസ്കിലേക്ക് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയൊരു മോസ്ക്. ആ സമയത്ത് അവർ യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉള്ളത്. ഇവിടെ വന്നതിൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഇനിയിപ്പോ നിങ്ങൾ ഇതിന്റെ അകത്ത് കാണാൻ പോകുന്നത്. അതിപ്പോ നേരിട്ട് കാണിച്ചു തരാൻ കഴിയില്ല, അതാണ് അതിനുള്ള കാര്യം. അതായത് ഈ ഒരു ഇപ്പൊ കാണുന്ന ഈ ഒരു ഹോള് പോലത്തെ രണ്ട് കോർണറിൽ ഓപ്പോസിറ്റ് ആയിട്ട് ആൾക്കാർ നിന്നാല് അവരെ കോർണറിൽ എന്താ പറയാ ചുമര് നോക്കി സംസാരിക്കുന്ന കാര്യം ഓപ്പോസിറ്റ് കോർണറിലുള്ള ആൾക്ക് കേൾക്കാൻ കഴിയും. പക്ഷെ നടുവിലൊക്കെ നിൽക്കുന്ന ആൾക്കൊന്നും അത് കേൾക്കുന്നില്ല. അപ്പം നമുക്ക് ആക്ച്വലി ഇത് അറിയില്ലായിരുന്നു. പലരും എന്താ പറയാ അവിടെയുള്ള ഗൈഡുകൾ ആരോടെയോ പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതുപോലെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ രണ്ടുപേര് രണ്ട് ക്രോസ് ആയിട്ടുള്ള കോർണറിൽ പോയി നിന്നു. എന്നിട്ട് അവർ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്ത കോർണറിൽ ആൾ നോക്കി. പക്ഷെ ക്ലിയർ ആയിട്ട് നമുക്കത് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പണ്ടവർ ഉപയോഗിച്ച വഴികളായിട്ടേ തോന്നുന്നത്. പക്ഷെ ഇപ്പം എന്താ പറയാ ഫുള്ള് വവ്വാലൊക്കെയാണ് ഇതിന്റെ അകത്ത്. അതുകൊണ്ട് അതിന്റെ അകത്തൊന്നും ആരും കയറുന്നില്ല. ഈ ഒരു പാലസ് കാണുമ്പോൾ നമ്മള് സാധാരണ നമ്മൾ പാലസ് എന്ന് ആലോചിക്കുമ്പോൾ മൈസൂർ പാലസ് ഒക്കെ ആയിട്ട് എൻറ്റയർലി ഡിഫറെന്റ്. ആ ഒരു രീതിയിലേ അല്ല, വളരെ പണ്ട് കാലത്തുള്ള കല്ലുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാലസ് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ ഞാൻ കാണിച്ചത് കംപ്ലീറ്റ് വവ്വാലുകള്. അതുകൊണ്ട് അധികം അടുത്തോട്ട് പോയില്ല. ശ്രദ്ധിച്ചു നോക്കി നമുക്ക് അതിന്റെ ശബ്ദം വരെ കേൾക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തി. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ കോട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയാ ലൈറ്റ് ഷോ ഉണ്ടെന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ ടൈമിംഗ് എങ്ങനെയായിരിക്കും, പിന്നെ ഈവനിങ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഇവർ കയറ്റുവോ, അപ്പൊ എപ്പായിരിക്കും ലൈറ്റ് ഷോ എന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും അത്യാവശ്യം നിറയെ ആൾക്കാരൊക്കെ കുറെ വരാൻ തുടങ്ങി. അപ്പോ എനിക്ക് ഇതിൽ മനസ്സിലായത് നമ്മൾ റിട്ടേൺ വന്ന വഴി കൂടിയാണ് ശരിക്കും മുകളിലേക്ക് പോകേണ്ടത്. അപ്പാണ് ശരിക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ കണ്ട ആദ്യത്തെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുക. ഐ തിങ്ക് ഗൈഡ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പൊ എന്തായാലും ഹൈദരാബാദിൽ വരുമ്പം മിസ്സാക്കാണ്ട് മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഈ ഫോർട്ട്. അപ്പൊ ഇവിടെ തന്നെ വേറൊരു കാര്യം കൂടെ, ഒരു ക്ലാപ്പ് ചെയ്യുന്ന ഒരു കാര്യം അത് നമ്മൾ ഗൈഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ടു. അപ്പൊ നമുക്കും പോയിട്ട് അതൊന്ന് ചെയ്തു നോക്കണം എന്നുണ്ട്. അതിനിടയിൽ നമ്മൾ വന്നത് പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു വെയിറ്റ് പൊന്തിക്കുന്നത്. ഇതിന്റെ എത്ര kg ആണെന്നൊന്നും അറിയില്ല. കാരണം പല വീഡിയോയിലും പല ഇതാന്ന് പറഞ്ഞത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതുപോലെ പൊന്തിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മളൊന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. പക്ഷെ അങ്ങനെ ആർക്കും അത് പ്രോപ്പർ ആയിട്ട് അതുവരെ പൊന്തിക്കാൻ കഴിഞ്ഞില്ല നമ്മളവിടെ ഉള്ളത് വരെ. അടുത്ത് നമ്മൾ നേരിട്ട് പോയത് ആ ക്ലാപ്സിന്റെ കാര്യം നോക്കാനാണ്.
ഗൈഡിന് പൈസ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ദൂരെ നിന്ന് കേട്ട് മനസ്സിലാക്കുക എന്താണെന്ന് ഗൈഡ് അടുത്തുള്ള ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളത്. അപ്പൊ അതൊരു എക്കോന്റെ ഒരു കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ക്ലാപ്പ് ചെയ്യുമ്പോൾ എക്കോ ഉണ്ടാവും. അപ്പൊ നമ്മളത് ട്രൈ ചെയ്ത് നോക്കി. ഇവിടെ നിനക്ക് എക്കോ കേൾക്കുന്നുണ്ട്, പക്ഷെ അവിടെ വെക്കുന്ന മാളൂന് ആ എക്കോ കേൾക്കുന്നില്ല. ഈ ഫോർട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു 3D വിഷ്വൽ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ കാര്യം ഇവർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ എക്സിറ്റിലാണ്. കാരണം എക്സിറ്റ് എത്തിയാണ് നമ്മളിത് കാണുന്നത്. ഇതാണ് ഇതിന്റെ എക്സിറ്റ് ഗേറ്റ്. ആടെയാന്നുള്ളത് ശരിക്കും എനക്ക് വന്ന് ഇവർ എൻട്രിയിലായിരുന്നു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളാ എക്സിറ്റിലേക്ക് പോകുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്പോട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ +2 ഉള്ള സമയത്ത് വന്നു, പക്ഷെ ആ സമയത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കണ്ടുവെന്ന് ഓർമ്മയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നാലും ഓടിയൊക്കെ കണ്ടുകൊണ്ട്, പക്ഷെ ഇത് അടിപൊളിയാണ്. നമ്മളിപ്പം വന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടു, നല്ല ഉണ്ടായിരുന്നു.